അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ബ്രദർ തന്നിട്ടുണ്ടായിരുന്ന ഒരു വർക്കാണ്. ആളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വൈഫിന് സർപ്രൈസ് ആയിട്ടൊന്ന് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള ഒരു കുഞ്ഞ് ഷോപ്പിംഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റും തന്നെ ഞാൻ ആക്രിലിക് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാഞ്ഞാണിയിലെ ഒരു ഷോപ്പാണ് കേട്ടത്. അപ്പോൾ ഞാൻ ഇവിടെയാണ് നിക്കാഹ് നമ്മുടെ ആക്രിലിക്കൊക്കെ കട്ട് ചെയ്ത് മേടിക്കാറുള്ളത്. ഞാൻ ചെന്ന സമയത്ത് അവർ പുറത്ത് പോയിരിക്കുമായിരുന്നു. സംഭവം അവിടെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നേരെ തൃപ്രയാർക്ക് പോയി. അപ്പോൾ ഇത്താക്ക് വേണ്ടിയിട്ട് വലിയ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ്റെ ഒരു ഹാമ്പറും പിന്നെ വാച്ച് സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഹാമ്പർ ബോക്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സർപ്രൈസ് ആയിട്ട് ഡെലിവറി ചെയ്യാമെന്നും പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഖുർആൻ്റെ ഹാമ്പറിൻ്റെ ഒപ്പം ഒരു മുസലിനെയും കൂടെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അങ്ങനെയാണുള്ളൊരു ട്രെൻഡ്. അപ്പോൾ നമ്മൾ തൃപ്രയാറുള്ള ഫാഷൻ പരാഗിലെ ഒരു ഷോപ്പിലേക്കാണ് കയറിയത്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ കയറിയതിന് ശേഷം നേരെ പോയത് വെൽവെറ്റിൻ്റെ സെക്ഷനിലേക്കാണ്. അവിടെ നിന്ന് ആ ഒരു ക്ലോത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് 2 ഷെയ്ഡുകൾ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒന്നൊരു മെറൂൺ കളറിലുള്ള ഇതും പിന്നൊന്ന് ബ്ലൂ കളറിലുള്ളതും. അങ്ങനെ കൺഫ്യൂഷനായിട്ട് ലാസ്റ്റ് ബ്ലൂ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ലേസ് നമ്മളെ മുസല്ല സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റത്ത് ബോർഡർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ലേസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം കളറിലുള്ള കണ്ടെങ്കിലും ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗോൾഡൻ കളറിലുള്ള ലേസാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നമ്മൾ വെൽവെറ്റിൻ്റെ ക്ലോത്ത് ഒരു 1.5 മീറ്ററും നമ്മൾ ലേസ് 2 മീറ്ററുമായിട്ട് മേടിച്ച് ബില്ലടിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ആ ഒരു മെറൂൺ കളർ ഷെയ്ഡ് വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നവാമാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഷോപ്പിലേക്കാണ് പോയത്. ഇത് തൃപ്രയാർ തന്നെയാണ്, തൃപ്രയാർ സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഖുർആൻ്റെ ഹാമ്പർ മേടിക്കാനും ഖുർആൻ സെറ്റ് ചെയ്യേണ്ട ഹാമ്പറും മേടിക്കണം, പിന്നെ അതിലേക്കുള്ള ഫ്ലവറുകൾ അല്ലറ ചില്ലറ സംഭവങ്ങൾ മേടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇവിടെ ഹാമ്പറിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലവറിൻ്റെയും ഫ്ലവർ ബഞ്ചസിൻ്റെ ഒക്കെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഖുർആൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റിൻ്റെ ഒരു ഹാമ്പറാണ് എടുത്തത്. പിന്നെ ഈ 2 ട്രാൻസ്പെറൻറ്റ് കവറുകളും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിലുള്ള ഫ്ലവറാണ് എടുത്തത്. കാരണം വൈറ്റ് ആകുമ്പോൾ എല്ലാത്തിലേക്കും അത് മാച്ചായി പോവുമല്ലോ. അപ്പോൾ വൈറ്റ് കളറിലുള്ള ഫ്ലവറും എടുത്തു, അതും വാങ്ങി. പിന്നെ നമ്മൾ വാച്ചിൻ്റെ ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ബോർഡും അതുപോലെ തന്നെ ആനിവേഴ്സറിയുടെ ഒരു ആക്രിലിക് കട്ടിങ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്രാഫ്റ്റേഴ്സിൻ്റെ ക്യാഷ് പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറ്റം എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 5-6 ഐറ്റം, ഒരു 5-10 ഐറ്റമെങ്കിലും എടുത്തിട്ടേ പോവുള്ളൂ. അങ്ങനെയാണ് പൊതുവേ നമ്മളെ കാശ് പോണത്. ഓക്കെ, അപ്പോൾ മോൻ്റേതായിട്ടുള്ള കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ്ങും നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞാൻ ഖുർആൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഈ ഖുർആൻ വന്നിട്ട് 500 റുപ്പീസാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഓൺലൈനിലും ഖുർആൻ അവൈലബിൾ ആണ്, ഒരു ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോർമലി ഒരു 300 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെറൂൺ ഷെയ്ഡിലുണ്ടായിരുന്നത് ഞാൻ ഒന്നുകൂടെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഖുർആൻ കവർ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി മുസല്ലക്കുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി വരുന്ന പീസാണ് നമ്മൾ ഖുർആൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ ഈ 1.5 മീറ്ററിൽ ശരിക്കും ആകെ ഖുർആൻ മുസല്ലേം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഖുർആനും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കി പീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മൾ നോട്ട്ബുക്ക് കവർ ചെയ്യുന്നത് ആ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇതിലും നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വെൽവെറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ആക്രിലിക് കട്ടിങ്ങില്ലേ അത് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് കവർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഖുർആൻ എന്നുള്ള ഒരു ആക്രിലിക് കട്ടിങ് വെച്ചിട്ടുണ്ടായിരുന്നു. 2 സൈഡിലും ഒരു ബോർഡർ ആക്രിലിക്കിൻ്റെ തന്നെ ഒരു ബോർഡറും ആക്കിയിട്ട് ഇതും സെറ്റാക്കിയെടുത്തു. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ സംഭവം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുസല്ല സെറ്റാക്കണം. അപ്പോൾ ഈ മുസല്ല സെറ്റാക്കുമ്പോൾ അതിൻ്റെ ലേസ് വെച്ച് പിടിപ്പിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി നമുക്കത് ചെയ്യാവുന്നതുള്ളൂ. പക്ഷേ ഈ വെൽവെറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അരിക് നമ്മളെ സൈഡിൽ ഒന്ന് ഓവർലോക്ക് ചെയ്യണം. അപ്പം ഞാൻ നേരെ ഷോപ്പിലേക്കാണ് കൊണ്ടുപോയത്. ഷോപ്പ് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ്, ഇക്കാടെ ഷോപ്പാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഓവർലോക്ക് ഒന്ന് ചെയ്യാം, കാരണം
അതിങ്ങനെ പറഞ്ഞു പോരണ്ടല്ലോ. അപ്പോൾ ഓവർലോക്കും ചെയ്യണം. പിന്നെ എന്തായാലും കൊണ്ടുപോയ സ്ഥിതിക്ക് ആ ലേസും അവിടെ നിന്ന് തന്നെ വെച്ചിട്ടാണ് ഞാൻ അടിച്ച് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ലേസും അത്യാവശ്യം കുറച്ച് തന്നെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫുള്ള് 2 മീറ്റർ എടുത്തതിൽ ബാക്കി ഫുള്ളായിട്ടും ഇത് നമുക്ക് തന്നെ ഏറ്റവും മേലെ അതുപോലെ തന്നെ താഴെയുമായിട്ട് സെറ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലേസിന് വന്നിട്ടുണ്ടായിരുന്നത് 1 മീറ്റർ 30 രൂപ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗോൾഡനിലുള്ള കുറേ ലേസുകൾ ഉണ്ട്. എന്നാലും കൂടുതലും എനിക്ക് തോന്നുന്നു മുസല്ലയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ലേസ് തന്നെയാണ് കേട്ടോ പോണത്. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതിനുശേഷം ഞാനൊന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം മുസല്ലയാണല്ലോ. അപ്പോൾ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതാണ് നമുക്ക് ഫൈനൽ ലുക്കായിട്ട് വന്നത്. അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മളെ ഹാമ്പർ, ഖുറാന്റെ ഹാമ്പറിൽ വരുന്നത്. ഇതിൽ നമുക്ക് ഇനി നമ്മൾ ഹാമ്പറാക്കി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഹാമ്പർ ബോക്സ് ഉണ്ടല്ലോ, ആ ഒരു ഹാമ്പർ ബോക്സിലേക്ക് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബോക്സിന് 150 റുപ്പീസാണ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പല ഷോപ്പിലും പല റേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മേടിച്ചതിൽ 150 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ ഇതിൻ്റെ കുറവിലും കിട്ടാം. ഇത് അത്യാവശ്യം മീഡിയം റേഞ്ചിൽ വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പം ഞാൻ മുസല്ല ഇതിലേക്ക് ഫസ്റ്റ് തന്നെ വെച്ചു കൊടുത്തു. അപ്പം മുസല്ലയുടെ ഉള്ളിൽ ഞാനൊരു കാർഡ്ബോർഡ് വെച്ചിട്ടാണ് കേട്ടോ മടക്കി വെച്ചു കൊടുത്തത്. കാരണം ഒന്ന് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെൽവെറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ തളർന്ന് ഒടുങ്ങി അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വീണ് കിടക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാർഡ്ബോർഡ് വെച്ചിട്ടാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്യൂണോൻ്റെ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവർക്കും അറിയുമോയെന്ന് എനിക്കറിയില്ല. ഈ ഒരു ചോക്ലേറ്റിന് 100 റുപ്പീസാണ് കേട്ടോ. ഒരു ചോക്ലേറ്റിന് 100 രൂപ. അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചോക്ലേറ്റ് മേടിച്ചത്. സംഭവം കിൻഡർ ജോയുടെ ചോക്ലേറ്റിന് 45 രൂപ എങ്ങാണ്ടാണ് ഉള്ളത്. എന്നാലും ഇതിന് ഇത്ര റേറ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് അറിയില്ല. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാൻ 2 ഫ്ലവറും വെച്ചിട്ട് ഈ ഹാമ്പർ അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ടിൽ ഫ്ലവർ വെച്ചതിന് പകരം നമുക്ക് ചോക്ലേറ്റും വെക്കാം കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വാച്ചിൻ്റെ ഒരു ഹാമ്പർ സെറ്റാക്കാൻ വാച്ച് ഫസ്റ്റ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി ആക്രിലിക് ഫോം ബോർഡ് കൊണ്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആർച്ച് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളിക്ക ഇങ്ങനെ ഒരു റിങ്ങും ചെയിനും കൂടെ ഉള്ള ഒരു ഗോൾഡും കൂടെ മേടിച്ച് അതും സെറ്റ് ചെയ്ത്, പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ തൃപ്രയാറിന്ന് തന്നെ ഞാൻ ഫ്രഷ് ഫ്ലവറുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വേണമെങ്കിൽ വെക്കാം. എന്നാലും ഫ്രഷ് ആകുമ്പോൾ ഒന്നും കൂടെ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ. അപ്പോൾ അങ്ങനെയാണ് ഫ്രഷ് വെച്ചത്. പിന്നെ നമ്മൾ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്ന ആക്രിലിക് കട്ടൗട്ട്, ആനിവേഴ്സറി എന്നുള്ളതിൻ്റെ ആക്രിലിക് കട്ടൗട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട്, ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഇതിങ്ങനെ വിളിക്കുക എന്നുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇതിങ്ങനെ നല്ല രസമല്ലേ ഗ്ലേസിങ് ആയി വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 2 ഹാമ്പറും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമ്മൾ കൊണ്ട് കൊടുക്കണം. ഇനിയാണ് നമ്മളെ മെയിൻ കണ്ടന്റ് വരുന്നത്. അപ്പം ഞാനിത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ ഒരു റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ മോനെ ക്ലാസ്സിൽ നിന്ന് പിക്ക് ചെയ്തതിന് ശേഷമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു 10-12 പ്രാവശ്യം വിളിച്ചിട്ട് എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വാടാനപ്പള്ളിയിൽ നിന്ന് കൊടുങ്ങല്ലൂർ എറിയാടേക്ക് വരാൻ കുറച്ച് ടൈമുണ്ട്, ഒരു 1 അവർ ഉണ്ട്. നമുക്കിത് കൊണ്ടുപോയിട്ട് എങ്ങനെയുണ്ട് റിയാക്ഷൻ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ 2 വീലർ മുന്നേ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇനി നേരെ വീട്ടിലോട്ട് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇത്തടെ സർപ്രൈസ് പൊളിയുണ്ടല്ലോ. പെട്ടെന്ന് വണ്ടിയുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ എന്നാലും പുറത്തേക്ക് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മുന്നേ തന്നെ പാർക്ക് ചെയ്തിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇത്താനേക്കാളും വെള്ളിക്കാതിനേക്കാളും എനിക്ക് തന്നെയായിരുന്നു കുറച്ചും കൂടെ ടെൻഷൻ ഉണ്ടായിരുന്നത്. കാരണം എങ്ങനെ ഉണ്ടാവും, സർപ്രൈസ് ആവുമോ, സർപ്രൈസ് പൊളിയോ, അങ്ങനെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കായിരുന്നു കുറച്ചും കൂടെ ടെൻഷൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്താടെ റിയാക്ഷൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം. ഇത്ത ഹാപ്പി മൂഡിലാണ് വന്നത്. പിന്നെ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ പെട്ടെന്ന് ചിരിയും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ ആനിവേഴ്സറി വിഷ് ചെയ്തിട്ടാണ് ഗിഫ്റ്റൊക്കെ കൊടുത്തത്. ഇത്ത നല്ല ഹാപ്പി ആയിരുന്നു. നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. ഓക്കെ, അത് കഴിഞ്ഞ് ബാക്കി നമ്മളെ കലാപരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്യൽ, അത് കഴിക്കൽ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇതാണ് ഞാൻ ചെറുതായിട്ട് എടുത്തൊരു വ്ളോഗ്. അതായത് ഇതൊരു വ്ളോഗ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും
ഇതാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എന്താണ് ഐറ്റംസ് മേടിക്കാൻ പോയതും സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ എന്താണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഖുറാന്റെ ഹാമ്പറിന്റെ ട്യൂട്ടോറിയൽ വേണം എന്നുള്ളവർ കമന്റിൽ പറയുക. എനിവേ, ഹാപ്പി ആനിവേഴ്സറി വെല്ലിക്ക നിത്ത. താങ്ക് യു. അസ്സലാമു അലൈക്കും.